ഉള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ പബ്ജി ടൂർണമെന്റിന് നമുക്ക് ഇൻവിറ്റേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ടൊരു കുറച്ച് സമയം 10 മിനിറ്റ് ഇരിക്കണം എന്ന് അവർ പറഞ്ഞത്. പിന്നെ ഞാൻ വിചാരിച്ച് ലൈവ് ഇടാണ്, എയറിൽ എന്തായാലും ഇടാണ്. അപ്പൊ തൊട്ടപ്പുറത്തെ സ്ഥലം നമ്മളിവിടെ പീടികയിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഓക്കെ ആയില്ലേ? എവിടെ കിട്ടിയില്ലേ? നേരെ പോയിക്കൂടെ? പിന്നെ വാങ്ങാം. മച്ചാനെ മെല്ല വാങ്ങണം. നിർബന്ധമുണ്ടോ? എന്നാ പറ, കട എവിടെയാന്ന് പറ. കടാന്ന് നോക്കിട്ടാ. എവിടെ കടയുള്ള എന്തേലും കട, സാധാ കടകള് ഉള്ളിലാ? ഈ ഭാഗത്തേക്ക് ഇങ്ങോട്ടേക്ക് കടകളില്ല. ദാബയോ? സിഗരറ്റ് കിട്ടോ? നനക്കല്ലേട്ടാ, അച്ചായനോ? പിള്ളറും വെടക്കാവും. ഞാൻ വലിക്കണ്ടെന്ന് പറഞ്ഞ പിള്ളറും എടുത്ത് വലിച്ചാളയോ? ഇവിടുന്ന് ടൂർണമെന്റ് നടക്കുന്ന സ്ഥലത്തേക്ക് എത്ര? 1 കിലോമീറ്ററിലേ ഉള്ളൂ. പക്ഷേ അവിടെ VIP പാസ് ഇല്ലാണ്ട് കേറ്റൂലെന്നാ പറഞ്ഞത്. പക്ഷെ നമ്മള് ഇൻവൈറ്റ് ടെക്നിക്കൽ പ്രോബ്ലം ആണ് ശരിക്കും പറഞ്ഞാല്. VIP ആയിട്ടുള്ള നമുക്ക് VIP ചോദിച്ച് ഇല്ലാന്ന് തോന്നടാ. എന്തല്ല വെറുതെ ഇറങ്ങിയതാ? നാട് കാണാൻ ഇറങ്ങിയതാ? നാട് കാണി. നിങ്ങൾ ഈ നാട്ടുകാരനാ? ഇതേതാ നാട്? തൃശ്ശൂരാ? ഗഡിയായി. അപ്പൊ നമ്മള് എറണാകുളം കഴിഞ്ഞല്ലേ? പിന്നെ ഇത്ര അടുത്തോ? വെടിക്കെട്ട് സർവീസ് അല്ലേ? എറണാകുളം കഴിയും. പെട്ടെന്ന് വരാൻ പറ. പിന്നെ അടുത്ത് പാലക്കാടാവും. 5 മണി ആയോ? 5 മണി ആയി. ചേട്ടന്താ പറയുന്നോ? ഗോഡൽ 2 ഡിന്നർ. എടാ ഗോഡൽ കൊണ്ടുപോവോ? കപ്പ ആരും കൊണ്ടുപോവോ? എന്ത് സംഭവം? എന്ത് കപ്പ ആരെ കൊണ്ടുപോവാ? കിട്ടിയാ പോവാം. എന്താ ഫുട്ബോളാ കളി? ഫുട്ബോൾ? ഞാൻ ആരെയും കൊണ്ടാടാ പോകുന്ന ടൂർണമെന്റ് കാണാന്? എനിക്കറിയാം ഈ ഫോൺ ഉപയോഗിക്കാൻ പറ്റാതെ. ഒരു വടി വെച്ചിട്ട് ഇങ്ങനെ ഒരു ബോൾ ഇങ്ങനെ തട്ടി കയറാൻ മറ്റേ ഗോൾഫ് കളിയുടെ ഇതല്ലേ സംഭവം? എങ്ങനെ യൂട്ടാണോ? അല്ലടാ, 1v1 കൊടുക്കാണ്ടെന്നൊക്കെ പറയൂലേ? യൂട്ടേൺ അല്ലേ? യൂട്ടേൺ ആയിട്ടില്ല. നമ്മൾ അതിനകത്ത് കേറിയിട്ട് യൂട്ടേൺ എടുക്കണം. എടാ അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ടല്ലോടാ. ഇതൊരു മുമ്പേ സീനല്ലേ ഇത്? മയില് കുടിച്ച് അതെന്ത് ചെയ്യോ? നമുക്ക് അടിച്ചു പൊളിച്ചാലോ? അച്ഛാ ഇതിൽ കൂടെ കേറട്ടെ? പൈരി കൂടെ കേറോ? അതൊന്നും ഞാൻ സമ്മതിക്കൂല. ഞാൻ കേട്ടിത്തരാം. ചെറിയ മതിലാണ്. ഫോർച്യൂണർ ആണ്. കേറും. നല്ല ഹൈറ്റ് ഉള്ള വണ്ടിയാണ്. നല്ല ഒറ്റ അടിക്ക് കയറ്റി തരാം. എല്ലായിടത്തും വലിഞ്ഞേറി വന്നോ. ഇത് തിരിക്കാൻ വേണ്ടി എത്ര ബാക്കി പോണം? അവിടെ തിരിക്കടാ, വട്ടം തിരിക്കടാ. അവിടെ ഫ്രണ്ടിൽ പോയിട്ട് ബൈക്കിലൊരു സ്കൂട്ടർ നോക്കൂ. ഫുള്ള് റൈറ്റ്. അത്രേ ഉള്ളൂ മാമു, അത്രേ ഉള്ളൂടാ. അതിന് റിവേഴ്സ് വാ. പുറകില് ബൈക്കാറുണ്ടെ മാറ്റി കൊടുക്കാൻ പറ. വാ റിവേഴ്സ് വാ. ഇപ്പം ചാവും. വാ കുറച്ചുകൂടി വാ. മതിയാവും. ഇതിന് ഫ്രണ്ട് ഇട്. എടാ ഇതാണ് അടുപ്പിച്ച് തരണ്ട, അറിയാം. ഈസി ആയിട്ട് ഞാൻ ആ മതിൽ ചാടി കിടക്കും. അങ്ങനെ ചാടി കിടക്കാൻ ഞാൻ സമ്മതിക്കൂല. ഇതില് അപ്പുറം ചാടി കിടന്നവനാണ് ഈ KK ജോസഫ് എന്നൊക്കെ എനിക്ക് അറിയാം. പക്ഷെ എന്നാലും ഇവിടെ നടക്കൂല. എന്തിനാ ഹൈറ്റ് ഉള്ള വണ്ടി എടുത്തിന്? ഇതെല്ലാം ചാടി കിടക്കാനും എടുത്തിന്. പിന്നെ എന്തിനാ ഗവൺമെന്റ് അത് അങ്ങനെ ഒരു സാധനം കെട്ടി വെച്ചേക്കണേ? സെപ്പറേറ്റ് എന്തേലും ആട്ടെ. കുട്ടിക്ക് പാല് കുടിക്കാൻ പാട്ട് വെച്ച
ഇവിടെ 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 പതുക്കെ. ഇത് കൂടെ പോയെത്തോ? ലെഫ്റ്റ് ഇട് ലെഫ്റ്റ് ഇട് ലെഫ്റ്റ് ഇട്. ലോറി ലോറി ഇടിക്കുവന്നാ. യെസ്. അണ്ട് റൈറ്റിലേക്ക് ഇൻഡിക്കേറ്റർ ഇട്ടോ. അച്ഛാ ഇങ്ങനെ എനിക്ക് വണ്ടി ഓടിക്കുമ്പോ എന്നെ ഇതാക്കുന്ന എനിക്ക് ഇഷ്ടമല്ല. ഞാൻ കാര്യം പറയാലോ. ബായ് കൂട്ടിട്ട് അവിടെ ഇരുന്നോളാം. യു ആർ ഇൻഫന്റ് ബേബി. ഇൻഫന്റ് ബേബി കാണിച്ചു തരാം. എത്ര അടിയിലേക്കോ സീറ്റിന്റെ അടിയിലേക്ക് കൂടെ വന്നാ കാണിച്ചു തരാം ഞാൻ ബേബി ആണോ അല്ലോ. അല്ല നീ ബേബി ആണോ നിനക്ക് ബേബി ഉണ്ടാവുമെന്നൊന്നുമല്ല ഇവിടുത്തെ വിഷയം. റോഡിൽ നീ ഇറങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൂ. സോ അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വളരെ ശ്രദ്ധിച്ച് ഓടിക്കുക. പറയണ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് ചെയ്യുക. അതൊക്കെ തിരക്കില്ല. അച്ഛനും ഒരു ബാക്കി എല്ലാരും തൈരുന്നാ. അതായത് ഷാഹിദ് സൈഫ്. എടാ മുത്ത ഞാൻ ഒരു കാര്യം പറ്റി. ഇയാളെയും കൊണ്ട് വണ്ടി ഓടിച്ചാ എന്താ സീനറിയോ? ഇയാളെയും കൊണ്ട് വണ്ടി ഓടിച്ചാ കൊണച്ചോണ്ടിരിക്കും. ഇങ്ങനെ പൊനഞ്ഞോണ്ടിരിക്കും. ഇങ്ങനെ ഓടിക്കല്ല അങ്ങനെ ഓടിക്ക്. ഇടത്തിരിക്ക് അടത്തിരിക്ക്. ഇതെന്നാണത്? അങ്ങനെയാണ് എനിക്ക് മറ്റേ ഗൂഗിൾ മാപ്പിലെ മറ്റേ സാധനം ഓണാക്കി ഇട്ടാ പോ. ആ ഇത് സോറി പക്ഷെ അപ്പുറത്തെ കൂടെ അല്ലേ അപ്പുറത്തെ കൂടെ അല്ലേ ഇത് ചേച്ചി നോക്കി നിങ്ങളതല്ല എന്നാ എടുത്തോണ്ട് പോവാൻ പറ്റി ഇതെന്ത് കൽക്കണ്ടക്കനിയെ നിന്നെ കാണാനെന്ത് കളിക്കണ്ടിയാ കൽക്കണ്ടി അല്ല ഇന്നലെ ഞാൻ ഒന്ന് കണ്ടില്ല ഒരു കണ്ടി അള്ളാടെ മുത്ത് ഈ മമ്മൂണ്ടല്ല വീട്ടിൽ കടത്താൻ കൊള്ളൂല ഇവ എന്താ ഇവൻ ഫ്ലഷ് അടിക്കാൻ മറന്നു കൊടുക്ക എല്ലാം മറന്നു കിടക്ക ഇന്നലെ ഫ്ലഷ് അടിക്കാൻ മറന്നു ഞാൻ നോക്കുമ്പോണ്ട് വലിയ പുട്ടിന്റെ കഷ്ണം പോലത്തെ ഇത്രയുള്ള കണ്ടി ഇങ്ങോട്ടല്ലേ ഇങ്ങോട്ടാ ലെഫ്റ്റ് ഏതാണെങ്കിലും എടുക്ക് ഈ ലെഫ്റ്റ് എടുക്ക്
Alright, guys. Craft and official invite. VIP പാസ് കിട്ടിയിട്ടില്ല. ഈ ഗ്ലാസ് വർക്കാവല്ലോ, അത് തുറക്കണ്ടായിരുന്നു. എടാ ഇത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, കേറിക്കോളാൻ പറഞ്ഞു. അല്ല കാർഡ് കാണിക്കണ്ട, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നീ ഒന്ന് ചോദിക്ക്. ബ്രോ ലൈവ് വെയിറ്റ് ചെയ്യിപ്പിക്കല്ലേ, ഒന്ന് തുറക്കടാ. എന്താടാ എന്താ നീ എന്താ പറഞ്ഞ പ്രശ്നം എന്താ? നിന്റെ പ്രശ്നം എന്താ? എന്താണ് നീ എവിടുത്തെ കാരനാ? അച്ഛാ മിണ്ടാടുന്ന ബ്രോ ഇതൊന്ന് തുറക്ക്, വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ എന്ത് VIP അവര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അല്ല പാസ് നമുക്ക് തന്നില്ല, അല്ല വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അയാളെ വിളിക്ക്, ആരാ മാനേജ് ചെയ്യുന്ന വെച്ചാൽ ഇങ്ങോട്ടേക്ക് വിളിക്ക്. അല്ല ഇങ്ങോട്ടേക്ക് വിളിക്ക്, എന്നിട്ട് സൈഡാക്കാം. അല്ല വിളിക്ക്, മാനേജ് ചെയ്യുന്ന ആരാ വെച്ചാൽ വിളിക്ക്. നിങ്ങളുടെ സെക്യൂരിറ്റി ഇൻചാർജ് ആരാ? പുള്ളിക്കാരനെ വിളിക്ക്. അല്ല ഞങ്ങളുടെ പാസ് ഇല്ല, വിളിക്ക്, പുള്ളിക്കാരനെ വിളിക്ക്. നിങ്ങളുടെ ആരാ ഇൻചാർജ് ആരാ? വിളിക്ക്. അല്ല പാസ് വരും ഇവിടെ. നിങ്ങൾ ഈ ടൂർണമെന്റിന്റെ ഇതല്ലേ, ടൂർണമെന്റിന്റെ ടീമല്ലേ അതോ ഈ ബിൽഡിങ്ങിന്റെ ടീമാണോ? ബിൽഡിങ്ങിന്റെ സെക്യൂരിറ്റി ആണോ? പിന്നെ പരിപാടിന്റെ സെക്യൂരിറ്റി അല്ലേ? അപ്പൊ പരിപാടി മാനേജ് ചെയ്യുന്ന ആളെ വിളിച്ചാ പോരെ? വിളിക്ക്. ഇൻവിറ്റേഷൻ ഉണ്ടെന്ന് പറ, തൊപ്പി വന്നിട്ടുണ്ടെന്ന് പറ. എന്ത് ഡിലേടാ, വിളിച്ചു വരുത്ത അപമാനിക്കടാ. അവിടെ ഇതെന്താണ്ട് ചിരിക്കാടാ, ചിരിച്ചാലും സ്വഭാവം പറഞ്ഞ അതിന്റെ മക്കളെ ആരാണ് ചിരിക്കുന്നത്? നിൽക്ക് മോഡറേറ്റേഴ്സ് ചിരിക്കുന്ന ആക്കല്ല ബാങ്ക് കൊടുക്ക്. ബ്രോ അപമാനം. എന്താ കുഴപ്പമില്ല. നിങ്ങളൊക്കെ കമ്പം മനസ്സിലാക്കും. നിങ്ങൾ ആൾക്കാരെ വിളിച്ചു കഴിഞ്ഞാലേ അവര് നമുക്ക് എൻട്രി തരുമല്ലോ, അത്രേ ഉള്ളൂ. നിങ്ങളായിട്ട് എന്ത് അവരെന്താ പറഞ്ഞു? നമ്മളെ എന്നെ കയറ്റി വിടുന്നില്ല, എന്നെ കയറ്റി വിടുന്നില്ലാന്ന്. എന്താ തെറി പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ ഇവിടെ പോസ്റ്റാ ഇതിന്റെ പുറത്ത്. ആരാടാ അത്? അച്ഛാ എന്തോ എടുത്ത് മാറ്റ്, കമ്പി എടുത്ത് മാറ്റണോ? ബ്രോ ഞാൻ സംസാരിക്കാം, എടുത്ത് മാറ്റാ. ബ്രോ ഇൻവിറ്റേഷൻ ഉണ്ട്, ഇന്ന് എടുത്ത് മാറ്റണം. അല്ല ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും, നമുക്ക് VIP ഇതുണ്ട്, VIP പാസ് ഉണ്ട്. അല്ല പാസ് കയ്യിൽ തന്നിട്ടില്ലാന്നുള്ളു, അവിടെ ഉണ്ട്, വിളിച്ച് പറഞ്ഞപ്പോ കിട്ടും. ഇത് വിളിച്ചു വരുത്തി അപമാനിക്കുന്ന പോലെ നല്ല ബ്രോ. എന്താ പേരെന്താ? അരുണോ? അല്ല പറഞ്ഞ പണി ചെയ്തോളൂ. പട്ടികൾ ചിരിക്കുന്നു നോക്കി. അപമാനം നിനക്കല്ല, ഒരാൾ അപമാനിക്കപ്പെടുന്ന കണ്ടിട്ട് നീ സൂയിക്കണം. നിക്ക് കാണിച്ചരാ. ചിരിക്കുന്ന എല്ലാവർക്കും ബാങ്ക് കൊടുക്കും. കാസ്ട്രോ ബാക്കിൽ നിന്നാ കാസ്ട്രോ ആണോ? നിക്ക് കാസ്ട്രോനെ എന്നെ കയറിയില്ല. കാസ്ട്രോനെ കയറ്റോ ഇല്ല നമുക്ക് കാണാം. നമുക്ക് കാസ്ട്രോനെ കയറ്റോ ഇല്ലെന്ന് നോക്കാം. രണ്ട് പാസ് ഉണ്ടെന്ന് ചോദിച്ചാലോ? എടാ 2 പാസ് ഉണ്ടാ? ഒരെണ്ണത്തിൽ 3 ആൾക്ക് കയറാൻ പറ്റുമോ? അപ്പൊ നീ മാത്രമേ കയറുന്നുള്ളൂ? എടാ നീയില്ലേ ഉള്ളിൽ പോയിട്ട് വണ്ടി വെച്ചിട്ട് ആ പാസ് പിന്നെ കൊടുത്തേക്ക്. അങ്ങനെ പറ്റൂല? അതിലെന്റെ പേരുണ്ടോ? അടപ്പൊ പിന്നെ പ്രശ്നമില്ല, നീ അത് ഇവന്റെ കൊടുത്തേച്ചാ മതി. എടാ എനിക്ക് പാസ് തന്നിട്ടില്ല, കുടുങ്ങിയിട്ടുള്ള ഫുൾ അപമാനം. അത് ഇവിടുത്തെ മാനേജ്മെന്റ് കമ്മിറ്റി, അത് എന്റെ മാനേജർ സെറ്റാക്കിയ മാക്കില്ലേ ഓൻ സെറ്റാക്കിയ പട്ടി. എന്നോട് പറഞ്ഞ് പാസ് വേണ്ട, അവിടെ പോയി പറഞ്ഞാൽ മതി, വിളിച്ച് പറഞ്ഞല്ലേ സെറ്റാക്കിയില്ല.
ഞാൻ പാസ് പോയി വാങ്ങേണ്ട ബുദ്ധിമുട്ടിന് ഞാൻ പിന്നെ ഇതാണോടാ VIP പാസ്? നോട്ടെ സാധനം നോട്ടറാ ഇല്ല നോക്കാനാ എടാ നോക്കാനാ പെട്ടെന്ന് തരൂ എടാ തരൂ ചുമ്മാ സീനാണ്. ഇവന്റെ പേരെന്തൊരു ആരോട് ചോദിക്കട ഒരു VIP പാസ് എവിടെ സ്ഥലം എവിടെ? ഇതെന്താന്ന് എക്സാമിന് പെൻസിൽ എടുക്കാൻ മറന്നു പോയതാ. 2 പാസ് ഇട്ടാന്ന് ചോദിക്കാൻ എല്ലാരോടും. ഇതാരാ ഇത്? ഇതിന്റെ ബില്ലാടാ, ഇതിന്റെ മാനേജ്മെന്റിലാ. ഒരു 2 പാസ് ഉണ്ടാ താ ബ്രോ. താങ്ക് യു ബ്രോ. VIP പാസ്. അട്ടാ VIP പാസിന്റെ ഡീലർ. അപ്പൊ ഞങ്ങൾക്ക് ഇതിനകത്ത് പോകാൻ പറ്റില്ലല്ലോ. അല്ല നമ്മളെ വണ്ടി കയറ്റുന്നില്ല, ഇവിടെ പിടിച്ചു നിർത്തിയിട്ടാണ്. അതെന്താ സാധനം? ഇത് മറ്റേ ഓഡിയൻസിന്റെ നിങ്ങൾക്ക് മറ്റേ നമ്മളെ 1/2 മണിക്കൂർ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് ഇപ്പൊ കേറിക്കോന്ന് പറയുന്നത് അതെന്ത് പരിപാടിയാന്ന്? അതെന്ത് പരിപാടിയാ? VIP പാസ് വന്നിട്ട് ഞങ്ങൾ പോണുള്ളൂ. അത് ഭയങ്കര ഓവറാണ്. കാര്യം പറഞ്ഞു അത് ഭയങ്കര ഓവറാണ്. ഞങ്ങൾ പോണില്ല. അങ്ങനെയാണെങ്കിൽ ഇത്ര അങ്ങനെയാണ് കയറ്റി വിടാൻ പറ്റും. വണ്ടി ഇവിടെ കിടക്കട്ടെ. അങ്ങനെയൊക്കെ പറഞ്ഞു പോലെ ഏട്ടാ, അങ്ങനൊന്നും പറഞ്ഞു പോലെ ഏട്ടാ, അങ്ങനൊന്നും പറഞ്ഞു പോലെ ഏട്ടാ. എന്താണെന്ന് സെക്യൂരിറ്റി ഓഫീസർ അല്ലേ? ഞങ്ങൾ ഇവിടുത്തെ പ്രോഗ്രാമിന്റെ ആൾക്കാരോട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. അവര് ഞങ്ങൾക്ക് VIP പാസ് തന്നെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വരാം. ചേട്ടനോട് പറഞ്ഞു. ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് തടഞ്ഞു നിർത്തി എന്തിനായിരുന്നു? നിങ്ങള് യൂണിഫോം ഇല്ല, നിങ്ങൾ ആരാന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി. എന്റെ പേര് ചേട്ടൻ? എന്റെ പേര് രാജേഷ്. സോ നിങ്ങൾ വരുന്ന സമയത്ത് എന്നോട് കടത്തിവിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ അറിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ ഇൻഫോം ചെയ്തപ്പോ അവരെന്നോട് പറഞ്ഞു കടത്തിക്കോളാൻ പറഞ്ഞു. വണ്ടി പിടിയിടാ വണ്ടി കയറ്. മതി എടാ, ആരെയും വണ്ടി എടുത്ത് ആടെ ആടെങ്കിലും മൂലക്ക് കൊണ്ടുപോയി കേട്ടാ. ആരാ കൊണ്ടുവരുന്നേ? അപ്പൊ ഇത് ക്യാമറ പിടിക്കുന്ന ആളാ, മറ്റേ ഡിവൈസ് പിടിച്ച ആളാടെ. സ്പീക്കർ നിന്റെ അല്ലേ? എടുത്തു കൊണ്ടുവരല്ലേ? അടി ഇതന്നെ ആവശ്യമുണ്ടാ? നിക്ക്. ഇപ്പൊ എങ്ങനെയുണ്ട് ചാറ്റില്? ചിരിച്ചവന്മാരാടെ നിക്ക് കാണട്ടെ. ഇപ്പൊ ചിരിക്കുന്നുണ്ടോ? അതിപ്പം ചിരിക്കുന്നുണ്ടല്ലോ. എടാ കയറ്റി വിട്ടടാ, വണ്ടി കയറ്റി വിടാൻ പറ്റുമല്ലേ? വണ്ടി കയറ്റി വിട്ടല്ലോ. നടക്കുന്നേ നമുക്ക് സൗകര്യം ഉണ്ടായിട്ട് നടക്കണോ? മാസം അടിക്കാലാ അയാളെ മുന്നിൽ മാസം അടിക്കാൻ വേണ്ട. പിന്നല്ലാണ്ട് ഇവരെന്തിനും ഇപ്പം ചിരിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. മുത്തേ നമ്മളെ കയറ്റി വിട്ട് മനസ്സിലാ. കുറച്ചു നേരം പിടിച്ചു നിർത്തിയെങ്കിലും നമ്മളെ കയറ്റി വിട്ടു. അതാണ്. ഞാൻ ചിരിച്ചോടാ, ചിരിച്ചു. കുഴപ്പമില്ല. ഒരു കുഴപ്പമില്ല. അടി ഇതെന്തേ പ്രൊജക്ടർ വെച്ചിട്ടാടാ കളീന്റെ. അടി ഇതാന്ന് കേട്ടോ ഇപ്പൊ നടക്കുന്ന കളി ഇതാന്ന് കേട്ടാ. അപ്പൊ പുറത്തുനിന്ന് കാണാം. പിന്നെ എന്തിനാ ആൾക്കാരെ ടിക്കറ്റ് എടുത്ത് കയറുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ടിക്കറ്റ് എടുത്ത് കയറുന്നത് കാസ്ട്രോന്റെ വ്യൂ നോക്കിയാ ഓടിക്കാൻ നേരം നോക്കാം. ഓടിക്കാൻ നേരം നോക്കാം. എടാ അത് തരൂല്ലടാ. തരും. ഇതാ പഠിച്ചായിരുന്നല്ലോ. എടാ നാറ്റിക്കല്ല. ഒറ്റ റൗണ്ട് ഓടിക്കണ്ട. ഒറ്റ റൗണ്ട് ഒന്നും ചെയ്യില്ല. ഒറ്റ റൗണ്ട് വാ പ്ലീസ്. ഒറ്റ റൗണ്ട് പ്ലീസ്. തരൂല. എടാ എന്തിനാണോ പേടിക്കുന്നത്? എനിക്ക് എന്നെ പേടിയാന്നല്ല. വണ്ടി ഞാൻ വേറെ കൊടുക്കാറില്ല. ഇതുവരെ ആരും കൊടുത്തില്ല. ഇവൻ എന്തിന്റെ ആവശ്യം നോക്ക്
സാധനം നോക്കടാ. ലക്ഷറി നോക്കടാ. ഹലോ കേറി ഇരുന്നോട്ടെ, ഓടിക്കുന്നില്ല. ഒന്ന് പോയടാ പോയെന്ന്. നീ ഇങ്ങോട്ട് എനിക്ക് അങ്ങോട്ട് മാറിയ കുഞ്ഞോ വേണോ? ഇത് i4 അല്ലേ ബ്രദർ? വൺ ഡേ, ഒരു നാൾ. ഇപ്പം ഏതാ അച്ഛൻ അറിയില്ല എനിക്ക്. വേണ്ട, അവൻ അറിയണ്ട. ഇവനറിയില്ല അച്ഛാ? എനിക്കൊന്നും അവനെന്ന് അറിയില്ല. ഇവനാണ് മുത്തേ ശരിയാ. എന്ത് എടാ, എന്തായാലും നിന്റെ അപ്പച്ചനൊന്നും അല്ല. നിന്റെ അപ്പനൊന്നല്ല എന്തായാലും. ലോക്കി മതിയാ. എടാ പോടാ മൈരാണെന്ന്. ഡോക്കി മതി, വിട്. അച്ഛാ അറിയുന്ന ഇവിടുന്ന് വിട്. നീ ഇറങ്ങും. പോടാ കൊണ്ടാണ് നീ പോടാ മൈരാടുന്നു. എന്താടാ നിന്റെ തന്ത? എടാ ഞാനാണ് നിന്റെ തന്ത. Yes, we have already given the names. Yeah. Can you wait for 5 minutes? We'll arrange the pass. എടാ Just wait for 5 മകനെ, അടി ഇത് മൊത്തം കട്ട ഡിലേ കേട്ടോ. ഡിലേ എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് ഒരു പെമ്പിള്ളാർ പോലും ഇല്ല. എന്ത് ചെയ്യും? ഞാൻ കേറിയാ അച്ചായോ മൈക്കേടാ. നന്നായി. അയാളെ അടുത്ത് തെറി വിളിക്കുന്നുണ്ടോ? ആണെന്ന് സംസാരം നടക്കുന്നത്. What? He's my friend. This is also my friend, so I can't do anything. Acha, your friends are fighting. Yeah. it's chalk. ആ മൈക്കിങ് ഊരി തന്നെ. നിങ്ങൾ അവിടെ പോയി വല്ല തെറി പറഞ്ഞാ? ഇത് ലൈവാണ്. ഓ എന്ത് തെറി? തിരിച്ചു പറഞ്ഞു. അത്ര സമയം നിക്കണം. 5 minutes, right? Yeah, wait for 5 minutes. We'll get the pass. Okay, no problem. അച്ഛൻ എന്താ പറഞ്ഞേടാ? അച്ഛൻ എന്താ പറഞ്ഞേ? എടാ ഞാൻ കേട്ടില്ല. ഞാൻ ഇവിടെ ദൂരത്തുള്ള മൈക്ക് ഉണ്ടായിരുന്നു അച്ഛൻ്റെ കയ്യിൽ. ഞാൻ കേട്ടില്ല. നിങ്ങൾ കേട്ടാ? എന്താ പറഞ്ഞേ? പട്ടിഷു അച്ഛനാ? എടാ എന്താ പറഞ്ഞ സംഭവം? എന്ത് ഡോക്കി വേഴ്സസ് അച്ചായൻ? വണ്ണിയെണ്ണം അടുപ്പിച്ചാലോ? ഡോക്കി അച്ചായനോ? കിക്ക് അച്ചായൻ പട്ടിഷോ? എടാ വിട്. പോട്ടെ. അച്ചായ ഇങ്ങനെ എല്ലായിടത്തും പോയി വള്ളി പിടിക്കാൻ പറ്റില്ല. നിന്നെ വണ്ടിക്കകത്ത് ഇറക്കിയപ്പോഴത്തേക്ക് അവൻ അങ്ങോട്ട് കയറി കൊണ്ടു. അവന് നിന്നെ വണ്ടിക്കകത്ത് കയറ്റി നീ ടെസ്റ്റ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു പോകരുത്, മേടിക്കരുത്, ചോദിക്കരുതെന്ന്. അതെനിക്ക് നാണക്കേടാ. ഈ സീനിൽ ഞാൻ ഉണ്ടാ? നീ ഉണ്ട്. അപ്പൊ നിനക്കൊരു മൈരും അറിയാൻ മേലെ? ഇല്ല. നീ അവിടെ ചെന്നിട്ട് അവനോട് ചോദിച്ചു നിനക്ക് അകത്ത് കയറി നിനക്കില്ല. BMW വേണ്ട നിനക്ക്? ഞാൻ വിചാരിച്ചാൽ മേടിക്കാൻ പറ്റൂലേ? അല്ല അതല്ല ഞാൻ മതി. ഒഴിവാക്ക് വിട്. 1v1 ഇവിടെ വന്ന മുതൽ അപമാനമാണ്. ആദ്യം ഒരു അരമണിക്കൂർ പുറത്ത് പോസ്റ്റ്, ഇപ്പൊ ഒരു 10 മിനിറ്റ് ഇവിടെ പോസ്റ്റ്. പിന്നെ അടുത്തുള്ളിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ഒരു പോസ്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. എനിക്കറിയില്ല, നോക്കാം. അവിടെ ഈഗിൾ ഉണ്ടാടാ? എനിക്ക് അറിയോ? പോയി ഇത്ര പെട്ടെന്ന് പോയേ? അത്രയും ടിക്കണോടാ. എന്നാ തിരക്കുണ്ടാ? ഇതെന്താണ് ഇവിടെ ഒട്ടിച്ച് വെച്ചിന്? ഇവിടെ നിക്കട്ടോ, ഒട്ടിച്ചാ പോരെ. എന്നിട്ടാണ് തൂറാനും മുട്ടുന്നു. തുറ മുട്ടുന്നാ? ശരിക്കും? കാര്യം തമാശയോട് കാര്യം അങ്ങനല്ല. അല്ലേ പയ്യ കേറിച്ചു. Can you speed up a little bit? My friend is Turamutan. Hey bhai, Turamutan kakus unda? Illa? Just give me 1 2 months. ഇവിടെ. What's the problem actually? What's the problem? Come. Okay. 6 people. Yeah. This hand. Who is Soja? What? Soja. Ada. Chanada. Chanada. Jeril. വാ, പേര് വിളിക്കുന്ന വാ. താങ്ക് യു. അള്ളാന്റെ മുത്ത ചങ്ങായും ടീമിനെ വിളിക്കുന്ന. അച്ഛൻ മുണ്ടാടുന്ന ഫോൺ കട്ട് ചെയ്താ?
ഫോൺ കിട്ടിയത് തീട്ട കേസിൽ തീട്ട പിള്ളേർക്കായിട്ട് അടിയാൻ വേണ്ട ആരെല്ലാം വിളിച്ചു വരുന്നത്? നിങ്ങൾ ആരെ വിളിച്ചപ്പോ? ഫോൺ കാണിച്ചേ, ഫോൺ കാണിച്ചേ, ഫോൺ കാണിക്കേ. ഇയാളെ എല്ലായിടത്തും ഒരു സോജൻ 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 കക്കൂസ് എടിയാ കൂടാൻ വിട്ടുന്നു. പക്ഷേ മമ്മൂല് നൂറാൻ മുട്ടെന്ന് പറയുന്നുണ്ട്. ഇത് സീനാവും. ചങ്ങായ എല്ലായിടത്തും പോയി വളിയിടുന്നത്. ആ എന്താ എന്തുവാ സർ? ആറാള് പറഞ്ഞാലോ ബ്രദർ? ഓൺലി 5 people? കാർത്തിക്. ആ മേക്ക എന്താ? ആ അത് കുഴപ്പമില്ല. അതിനെന്താ? BMPS അതിലുണ്ടല്ലോ, ആ ടൈറ്റിൽ ഉണ്ടല്ലോ. എടാ ഞാൻ ലൈവ് ചെയ്യുന്നത് ഇവരും തമ്മിൽ എന്താ ബന്ധം? എനിക്ക് ഇവിടെ ഇൻവിറ്റേഷൻ വന്നല്ലേ, ഞാൻ എന്ത് ടൈറ്റിൽ ഇട്ടാലും ഇവർക്ക് എന്താ? അതിൽ BMPS ഉണ്ടല്ലോ. അല്ല ഇതിപ്പോ 5 എൻട്രി ഉള്ളു എന്ന് പറയുന്നത്. നമ്മൾ കേറി പക്ഷെ 5 എൻട്രി ഉള്ളു പറയും. നമുക്കറിയില്ലതാ. I'll change the title right now, okay? Please get me one more entry. പോവാ നിക്ക് ആയിട്ടില്ല, ഒരാൾക്കും കൂടി എൻട്രി വേണം. പക്ഷെ മിക്കവാറും ഞാൻ ഇറങ്ങിപ്പോകും കേട്ടോ. ഇത് എത്ര സമയോട് ഒരു ടൂർണമെന്റ് കാണണമെന്നും പറഞ്ഞിട്ട് അരമണിക്കൂർ. Is there any problem? I can't change the title right now. I already put the title on my PC. I mean, yeah. Without Is it that, really important? Yeah. I can arrange it in 5 minutes. Okay, can you give me the... No, you can't stream from inside till you change the... Okay, I'll make a call. Okay. Please ask your guy to change the... Yeah, I'll make a call. എടാ ടൈറ്റില് ഇതാക്കാൻ പറ. ടൈറ്റില് PUBG എന്നുള്ളതില്ലേ അത് BGMI എന്നാക്ക. ഹലോ, ടൈറ്റില് മാറ്റി BGMI എന്നാക്കാൻ പറഞ്ഞു PUBG എന്നുള്ളത്. Oh, banana. BMPS, I have already put BMPS on the title. Okay. Oh, banana. എങ്ങനെ? ആ ഓക്കെ ചെയ്തോ? മാക്ക് കൊണ്ടൊക്കെ ഒന്നിച്ച് വന്നോട്ടോ. ഓൻ ഒന്നിച്ച് വന്നില്ലെങ്കിൽ ഇങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഓൻ നേരെ എല്ലാം ഓർഗനൈസ് ചെയ്തോളൂ. ഇത് ഒന്നിച്ചുള്ള പൊട്ടന്മാർ. ഒരുത്തൻ എല്ലായിടത്തും പോയി വള്ളി പിടിക്കാൻ നടക്കുന്നത്, ഒരുത്തൻ എപ്പം തൂറാൻ മുട്ടല്. ആ ഇങ്ങനെയുള്ളവന്മാരും ചേർക്കാം. ആ മാക്ക് ഉണ്ടായിരുന്നു നിങ്ങളുടെ അച്ഛാ 5 മിനിറ്റോടെ നമ്മൾ ഉള്ളിലേക്ക് കയറ്റി തരും. അപ്പോൾ എല്ലാം പറഞ്ഞ് സംസാരിക്കാൻ അറിയാം. നമുക്കൊന്നും സംസാരിക്കാൻ അറിയില്ല. ഇവരോടുള്ള ഇങ്ങനെ പറഞ്ഞ് ഇതാക്കണ കൺവിൻസ് ചെയ്യാൻ നമുക്കറിയില്ല. അവൻ ഡയറക്റ്റ് ഫസ്റ്റ് തന്നെ പറഞ്ഞിങ്ങനെ ടക്ക് എന്നിട്ട് ഉള്ളിൽ കയറ്റി തരും. ഏത് അതൊരു വാണ? അത് വാണല്ല, എന്റെ ഫ്രണ്ടാണ്. ഒന്നിച്ച് ഗെയിമെല്ലാം കളിക്കുന്നത്. പക്ഷെ ഏതോ മറന്നുപോയി. എന്തോ ഒരു സ്ഥലമുണ്ട്. ഓൻ്റെ ഒരു വീഡിയോ ഉണ്ട്. ഓൻ ഫുൾ മാസ് അടിക്കുന്നത്. നീ തോക്കുംപടി പാലം കടന്ന് ഇങ്ങോട്ട് വരില്ലാലും പറയുന്ന ഒരു മാസാനുണ്ട്. തോക്കുംപടി എവിടെയാ? തോക്കുംപടി ഫോർട്ട് വെച്ചാ? ആ ഫോർട്ട് വെച്ച്. ഇങ്ങനെ ഒരു സംഭവം പറയുന്നത്. ഈ ആരോടോ ഇങ്ങനെ ഗെയിമിലേതോ ചെറിയ പിള്ളേരോട് നീ തോക്കുംപടി പാലം കടന്ന് ഇങ്ങോട്ട് വരില്ലടാ അതെല്ലാം പറഞ്ഞ് മാസം അടിക്കുന്നുണ്ട്. അതിലും മൊത്തം ട്രോളായിരുന്നു ഇവര്. വർത്താനുള്ള ഒന്നും ചെയ്യൊന്നും ചെയ്യില്ല. ചെറിയൊക്കെ ഒന്നും ചെയ്യില്ല. വർത്താനം മാത്രമല്ല, ഗെയിം കളിച്ച് ഉള്ളിരിക്കല. മനസ്സിലായോ? ഞാൻ പുറത്തൊന്നും ഇറക്കണ്ട അച്ഛാ. ഇതെല്ലാം നമ്മൾ ഈ ഗെയിമിംഗ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഗെയിം കളിക്കുന്ന ആൾക്കാരെ കൂട്ടായ്മ അതിലുള്ളതാ. മനസ്സിലായോ? അപ്പൊ വള്ളിക്ക് ഇതാക്കണ്ട. മനസ്സിലായോ? നമുക്ക് അറിയാത്ത പുറത്തുള്ള ആരാണെങ്കിൽ നമുക്ക് മഞ്ഞിക്കിടാം. ഇതിപ്പോ അറിയുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും? ആയോ? സെറ്റായോ?
ഇതെന്ത് മൈര ബിജമിന്നാക്കിയാ ഓക്കെ പോവാ അങ്ങനെ ഇതെന്തോ ഒരാൾ അതുവഴി ഒരാൾ ഇതുവഴി പറയുന്നത് ഇതല്ല ഇത് എവിടെ തൂറാൻ മുട്ടിയും കയറി പോകുന്നു വലിയ ആളെ പോലെ ഓക്കെ എങ്ങോട്ടാ ഇതാ നടക്കുന്ന കളി കേട്ടോ ഇതൊന്നും എനിക്ക് അറിയാത്ത പ്ലേയേഴ്സ് ആണ് ആ ജോനതൻ ബ്രദർ ലുക്ക് അറ്റ് ദാറ്റ് ജോനതൻ മുത്തേ അറിയാത്തവർക്ക് പറഞ്ഞുതരാം ഇവിടെ ഏടങ്കായിട്ട് ഓനുണ്ടാവും ഏടങ്കായിട്ട് ജോനതൻ ഉണ്ടാവും Oh my goodness, Team Libra, Hesperos, able to sneak into top 4. He's got 10 first 8 kids, and the healing game, the healing battle from Libra is keeping them alive. They're outside the zone. He's knowing he's going to be making it away, but as a battle block, getting knocked in. അടുത്തടിയില്ല വാ അടുത്തടിയില്ല വാ. Everyone here, Pump gets finished off. And now Hyderabad Hydra, they know they've got the numbers advantage. എന്താ ബ്രോ ഓക്കെ അല്ലേ ഏത് വഴിയാ Yeah, he's looking for more. He's going out of serious, but it's going to be difficult to connect this spray, and he എനിക്കൊന്നും മനസ്സിലായില്ല 11 is going to be the number of eliminations in this game for UX Reborn Lights. But Hyderabad Hydra, I mean, this is impressive. And Hesperos, he is even more impressive. Where was this team? How is this man still here? And he's എടാ ഞാൻ പറഞ്ഞ അറിയാത്തവർക്ക് പറഞ്ഞ ഇത് ഇന്ത്യയിലുള്ള എല്ലാ ടീംസും കളിക്കുന്ന ഒരു ടൂർണമെന്റ് നമുക്ക് അങ്ങോട്ട് കാണിക്കാം അതിൽ ഓരോ ഇതിലും ഓരോ ടീംസ് ആയിരിക്കും ഇത് കണ്ടോ അതിൽ ഓരോ കട്ട കണ്ടോ അതിൽ ഓരോ ടീംസ് ആയിരിക്കും അതില് ഗോഡൽ എന്ന് പറഞ്ഞൊരു ടീം ഉണ്ട് പോത്തെ അതാണ് ശരിയായ ടീം And this is why you gotta love the Hugh battles, man. This Sparrow is now putting in the back seat, and now he's clutching it. And guess what? Top 2 finish. താറാവ് പോലത്തെ ഷൂട്ടിട്ട് വന്നു